ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അയില മുളകിട്ടതാണ്. അപ്പോൾ അയില മുളകിടാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വാരി എടുക്കാനുണ്ട്. പല രീതിയിലും പല ടൈപ്പിലും ആളുകൾ മുളകിടും. അപ്പോൾ എൻ്റേതായ രീതിയിൽ മുളകിട്ടത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരിഞ്ഞവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി അടപ്പത്ത് വയ്ക്കാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളിക്ക് പകരം ഞാൻ സവാള ഇട്ട് എടുത്തേക്കണം, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി നമുക്ക് ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ചേർക്കണത്. മഞ്ഞൾപ്പൊടി ഇത്തരം പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂന്ന് കുടപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തതാണ്. പാകത്തിന് ഉപ്പും. നന്നായിട്ട് തിളച്ച് വന്നം. നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെറുതായിട്ട് വാട്ടിയതായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, പല രീതിയിലും പല ടൈപ്പിലും ആളുകൾ വയ്ക്കും. അപ്പോൾ എൻ്റേതായ രീതിയിലാണ് ഞാൻ കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.